നമസ്കാരം. ഇന്ന് കർക്കിടകം 14. അങ്ങനെ രാമലക്ഷ്മണന്മാർ ശബരി ആശ്രമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ രാമലക്ഷ്മണന്മാരെ കണ്ട ശബരി ഓടിച്ചെന്ന് അവർക്ക് പാദനമസ്കാരവും പൂജയൊക്കെ ചെയ്ത് ആശ്രമത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതിനുശേഷം ശബരി പറയുന്നുണ്ട് താൻ തൻ്റെ ഗുരുക്കന്മാരെ ശുശ്രൂഷിച്ച് ഇവിടെ കഴിയുകയായിരുന്നു. അങ്ങനെ അവർ ബ്രഹ്മപദം കൂട്ടി. അതിനു മുമ്പ് അവർ തന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, നീ ഇവിടെ തന്നെ വസിച്ചു കൊള്ളുക, ത്രേതായുഗത്തിൽ ശ്രീരാമദേവൻ ഇവിടെ വരികയും നിനക്ക് മോക്ഷപ്രാപ്തി നൽകുകയും ചെയ്യുമെന്ന് അവർ എന്നെ പറഞ്ഞ് അനുഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒപ്പം ശബരി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എൻ്റെ ഗുരുക്കന്മാർക്ക് പോലും കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അവരും സദാ രാമനാമം ജപിച്ചിവിടെ കഴിക്കുകയായിരുന്നു. അവർക്ക് പക്ഷേ രാമദേവനെ കാണാൻ കഴിഞ്ഞില്ല, എനിക്കെങ്കിലും അതിനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് ശ്രീരാമദേവനോട് ശബരി പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് ശ്രീരാമദേവൻ പറയുന്നുണ്ട്, പുരുഷനെന്നോ സ്ത്രീയെന്നോ അല്ലെങ്കിൽ ഏത് ജാതിയാണോ ഈ നാമമാണോ ഇതിൽ ഏത് ആശ്രമത്തിൽപ്പെട്ടാണെന്നോ ഇനിയൊന്നും നോക്കിയിട്ടല്ല ഒരുവനെ ഭഗവാന്റെ ദർശനം ലഭിക്കുക. അവൻ്റെ മനസ്സിൽ കളങ്കമറ്റ ഭക്തി ഉണ്ടെങ്കിൽ അതാരാണെങ്കിലും അവന് ഭഗവാന്റെ ദർശനം ലഭിക്കുമെന്ന് ശബരിയോട് ശ്രീരാമദേവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ശബരി തൊഴുത് നമസ്കരിച്ച് ശ്രീരാമദേവനെ കഴിക്കാനായിട്ട് 10 ഫലങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശബരി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഫലങ്ങളും കടിച്ചു നോക്കിയിട്ട് പുളിയുള്ളതാണെങ്കിൽ അത് കളയും, അതിന് അടുത്ത ഫലമെടുക്കും. അത് മധുരമുള്ളതാണെങ്കിൽ അത് ശ്രീരാമദേവനെ കൊടുക്കും. അങ്ങനെ ഓരോ പഴവും ശബരി കഴിച്ചു നോക്കി പുളിയുള്ളത് എടുത്ത് കളയുകയും മധുരമുള്ളത് മാത്രം ശ്രീരാമന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശ്രീരാമൻ അത് വാങ്ങി നല്ല രുചിയോട് കൂടി അത് കഴിക്കുകയും ചെയ്യുന്നില്ല. ഇത് കണ്ട് ലക്ഷ്മണകുമാരൻ അതിശയപ്പെട്ട് നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പഴങ്ങളൊക്കെ കഴിച്ച ശേഷം ശ്രീരാമദേവൻ പറയുന്നുണ്ട്, സീതാദേവിയെക്കുറിച്ച് എന്തെങ്കിലും വൃത്താന്തങ്ങൾ അറിയാം, ഞങ്ങൾ സീതാന്വേഷണത്തിനായിട്ട് ഇറങ്ങിയിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശബരി മഹർഷി പറയുന്നുണ്ട്, സീതാദേവി ലങ്കയിലെ രാവണൻ്റെ അശോകവനികയിൽ ദുഃഖിച്ച് ജീവിക്കുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് തെക്കോട്ട് നടന്നു കഴിഞ്ഞാൽ പുണ്യനദിയായ പമ്പാ സരസ് കാണാം. ആ പമ്പാ സരസിൽ നിന്നും കുറച്ച് ദൂരം കൂടി നടന്നു കഴിഞ്ഞാൽ ഋഷിമുഖാചലം കാണാൻ കഴിയും. ആ ഋഷിമുഖാചലത്തിൽ സുഗ്രീവനും അദ്ദേഹത്തിന് 4 മന്ത്രിമാരും താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെ അടുത്ത് പോയി അവരോട് സഖ്യം ചെയ്താൽ സീതാന്വേഷണം എളുപ്പമാകും എന്ന് ശബരി പറയുന്നുണ്ട്. അങ്ങനെ ശ്രീരാമദേവനും ലക്ഷ്മണകുമാരനും ശബരി ആശ്രമത്തിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ ശബരി ആശ്രമം പ്രവേശിച്ചതോടുകൂടി രാമായണത്തിലെ ആരണ്യകാന്ഡം സമാപിക്കുകയാണ്. ഇനി പറയാൻ പോകുന്നത് കിഷ്കിന്ധാകാന്ഡമാണ്. കിഷ്കിന്ധാകാന്ഡത്തിലെ ആദ്യത്തെ അധ്യായം ഹനുമൻ സംഗമമാണ് ഇനി പറയാൻ പോകുന്നത്. അങ്ങനെ രാമലക്ഷ്മണന്മാർ പുണ്യനദിയായ പമ്പാ സരസ്വം കടന്ന് അവർ സീതാന്വേഷണത്തിനായിട്ട് ഋഷിമുഖാചലത്തിലേക്ക് പോകുകയാണ്. അപ്പോൾ ഋഷിമുഖാചലത്തിലെത്തുമ്പോൾ രാമലക്ഷ്മണന്മാർ കയ്യിൽ അമ്പും വില്ലുമായിട്ട് വരുന്നത് കണ്ട് സുഗ്രീവൻ ഹനുമാൻ സ്വാമിയെ വിളിക്കുന്നുണ്ട്. ഹനുമാനെ വിളിച്ചിട്ട് പറയാണ്, ആരൊക്കെയോ നമ്മെ ലക്ഷ്യമാക്കി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അവർ താപസ വേഷധാരികളാണ്, അതുകൊണ്ട് തന്നെ നീയും ഒരു താപസ വേഷം കൊണ്ട് അവരുടെ അടുത്ത് പോയിട്ട് എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കി വരിക, മിത്രമാണെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരിക, ശത്രു ആണെങ്കിൽ നമുക്ക് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹനുമാൻ സ്വാമി ഒരു താപസ വേഷമൊക്കെ കൊണ്ട് ശ്രീരാമലക്ഷ്മണന്മാരുടെ അടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഹനുമാൻ സ്വാമി ശ്രീരാമലക്ഷ്മണന്മാരോട് അവരുടെ വൃത്താന്തം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമദേവൻ അവരുടെ വൃത്താന്തങ്ങളൊക്കെ പറയാണ്. സീതാന്വേഷണത്തിനായിട്ട് പുറപ്പെട്ടതാണ് ഞങ്ങളിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമി പറയുന്നുണ്ട്, ഞങ്ങളുടെ സ്വാമി സുഗ്രീവൻ ഇവിടെ ഋഷിമുഖാചലത്തിൽ വസിക്കുന്നുണ്ട്, നമുക്ക് അദ്ദേഹത്തിന് എടുത്തിട്ട് പോകാം, അദ്ദേഹത്തിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് ഹനുമാൻ രാമലക്ഷ്മണന്മാരെ സ്വന്തം തോളിൽ ഇരുവശവും ഇരുത്തി സുഗ്രീവ സന്നിധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ സുഗ്രീവൻ ഒരു കാര്യം പറയുന്നത്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ 5 പേരും ഇവിടെ ഇരുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ പുഷ്പക വിമാനത്തിൽ രാവണൻ ഒരു സ്ത്രീയെ അപഹരിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. അത് സീതാദേവിയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞങ്ങളെ കണ്ട സീതാദേവി അണിഞ്ഞിരുന്ന ആഭരണങ്ങളെല്ലാം ഒരു ഉത്തരീയത്തിൽ കെട്ടി താഴേക്ക് ഇട്ടിരുന്നു. സുഗ്രീവൻ അന്ന് സീതാദേവി നിലത്തിട്ടിട്ട് ആഭരണങ്ങളൊക്കെ രാമലക്ഷ്മണന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അത് തുറന്നു നോക്കിയ രാമദേവൻ സീതാദേവിയുടെ ആഭരണങ്ങളാണെന്ന് പറയുകയും ആ ആഭരണങ്ങൾ കണ്ട് രാമദേവൻ കരയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരും പരസ്പരം സഖ്യം ചെയ്യാം എന്ന് തീരുമാനിക്കുകയും ഹനുമാൻ സ്വാമി അഗ്നി കൊണ്ടുവരികയും ആ അഗ്നിയുടെ മുന്നിൽ വെച്ച് ശ്രീരാമദേവനും സുഗ്രീവനും സഖ്യം ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സഖ്യമൊക്കെ ചെയ്ത ശേഷം ശ്രീരാമദേവൻ സുഗ്രീവനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങളിവിടെ ഈ കൊടുംവനത്തിൽ വന്ന് താമസിക്കുന്നത് ചോദിക്കുന്നുണ്ട്. സുഗ്രീവൻ തൻ്റെ പൂർവ്വവൃത്താന്തം പറയുകയാണ്, ഞാനും എൻ്റെ ജ്യേഷ്ഠനും കിഷ്കിന്ധയിൽ വസിക്കുന്ന കാലം മയൻ എന്ന അസുരൻ്റെ പുത്രനായ മായാവി കിഷ്കിന്ധയിൽ വരികയും ബാലിയെ പോരിന് വിളിക്കുകയും ചെയ്തു. അങ്ങനെ ബാലിയും മായാവിയും തമ്മിൽ ഘോരമായുള്ള യുദ്ധം നടന്നു. അങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്ത് മായാവി ഓടി ഒരു ഗുഹയ്ക്കുള്ളിൽ കയറും. അപ്പോൾ ബാലി മായാവിയെ വധിക്കുവാനായിട്ട് ആ ഗുഹയ്ക്കകത്ത് കയറി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അകത്ത് പോയി മായാവിയായിട്ട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. യുദ്ധത്തിന് ശേഷം ഗുഹയ്ക്ക് വെളിയിലേക്ക് പാലാണ് വരുന്നതെങ്കിൽ മായാവി എന്ന അസുരൻ മരിച്ചു എന്നാണ് അർത്ഥം. അഥവാ രക്തമാണ് വരുന്നതെങ്കിൽ നീ ഉടനെ തന്നെ ഈ ഗുഹ ആ വലിയ പാറക്കല്ല് വെച്ച് അടച്ചിട്ട് പോകണമെന്ന് പറയുകയാണ്. അങ്ങനെ അവർ യുദ്ധം ചെയ്യാണ്. ഏകദേശം 1 മാസക്കാലത്തോളം ആ യുദ്ധം അവിടെ നീണ്ടു നിന്നു. സുഗ്രീവനാണെങ്കിലും ആ ഗുഹയ്ക്ക് വെളിയിൽ കാവൽ നിൽക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ ഗുഹയ്ക്ക് വെളിയിലേക്ക് വന്നത് രക്തമായിരുന്നു. ഇത് കണ്ട സുഗ്രീവന് വളരെയധികം വിഷമായി. അപ്പോൾ ബാലി മരിച്ചെന്ന് കരുതി സുഗ്രീവൻ ആ ഗുഹ ആ വലിയ പാറക്കല്ല് കൊണ്ട് മൂടി തിരിച്ച് കിഷ്കിന്ധയിലേക്ക് പോവുകയും കിഷ്കിന്ധയുടെ അടുത്ത രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു. അങ്ങനെ സുഗ്രീവൻ കിഷ്കിന്ധയുടെ രാജാവായിട്ട് വാഴുന്ന കാലം ഒരിക്കൽ പൊടുന്നനെ തന്നെ ബാലി കിഷ്കിന്ധയിലേക്ക് വരികയാണ്. അപ്പോൾ ബാലി വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവാൻ വേണ്ടി മനഃപൂർവ്വം ആ പാറക്കല്ല് കൊണ്ട് ഗുഹ അടച്ചു വെച്ചതാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ബാലി സുഗ്രീവനെ യുദ്ധത്തിന് വിളിക്കുന്നു. ബാലിയായിട്ട് യുദ്ധം ചെയ്താൽ സുഗ്രീവനെ ജയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് സുഗ്രീവൻ ഓടി ഋഷിമുഖാചലത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സുഗ്രീവനോടൊപ്പം സുഗ്രീവൻ്റെ ഈ 4 മന്ത്രിമാരും കൂടെ വരികയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ സുഗ്രീവൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഋഷ്യമുഖാചലം എന്ന് പറയുന്നത് ബാലികേറ മലയാണ്. ബാലിക്കൊരു ശാപം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ബാലിക്ക് ഒരിക്കലും ഋഷ്യമുഖാചലത്തിലേക്ക് വരാൻ കഴിയില്ല. വന്നാൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കും എന്നാണ് ശാപം. ഒരിക്കൽ ദുന്ദുബി എന്നുള്ള ഒരു അസുരനുമായിട്ട് ബാലി യുദ്ധത്തിൽ ഏർപ്പെടുകയും ദുന്ദുബി എന്ന അസുരനെ വധിക്കുകയും ചെയ്തു. ആ യുദ്ധത്തിൽ ദുന്ദുബിയുടെ തലയറുത്ത് ബാലി വിജയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ദുന്ദുബിയുടെ രക്തം മാതംഗാശ്രമത്തിൽ വീണ് ആശ്രമം അശുദ്ധിയായി തീർന്നിരുന്നു. അപ്പോൾ ഇത് കണ്ട മാതംഗാശ്രമത്തിലെ മുനിമാർ ബാലിയെ ശപിച്ചതാണ്. ഇനി ഋഷ്യമുഖാചലത്തിലേക്ക് പോവുകയാണെങ്കിൽ നിന്റെ തല പൊട്ടിത്തെറിച്ച് പോകുമെന്ന് ശപിച്ചിരുന്നു. അപ്പോൾ അത് പേടിച്ചിട്ട് ബാലി ഒരിക്കലും പിന്നീട് ഋഷ്യമുഖാചലത്തിലേക്ക് വന്നിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞ സുഗ്രീവൻ രാമദേവനോട് പറയാണ്, ബാലി ലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ബാലിയെ ജയിക്കുക എന്നുള്ളത് അസംഭവ്യമാണെന്ന് പറയുന്നുണ്ട്. ഒപ്പം ബാലി എന്ന് വധിച്ച ദുന്ദുബിയുടെ തലയൊട്ടി സുഗ്രീവൻ ശ്രീരാമദേവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട ശ്രീരാമദേവൻ ചിരിച്ചുകൊണ്ട് കാലിലെ പിരിവലിൽ കൊണ്ട് ആ തലയൊട്ടി ഒന്ന് തട്ടുകയും ചെയ്തു. അതൊരു ദശയോജന ദൂരെ പോയി തെറിച്ച് വീഴുകയും ചെയ്തു. ഒപ്പം സുഗ്രീവൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ സപ്തസാരങ്ങളുണ്ട്. ഈ സപ്തസാരങ്ങളിലാണ് ബാലി വന്ന മല്ലയുദ്ധം പരിശീലിക്കുന്നത്. അപ്പോൾ ഈ സപ്തസാരങ്ങളെ ഒരൊറ്റ അമ്പ് ഇതുകൊണ്ട് വീഴ്ത്തുകയാണെങ്കിൽ ബാലിയെ എളുപ്പത്തിൽ തന്നെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ കഴിയും. അങ്ങനെ സുഗ്രീവന്റെ സംശയം തീർക്കുവാനായിട്ട് ശ്രീരാമദേവൻ വൃത്താകൃതിയിൽ നിന്ന ആ സപ്തസാരങ്ങളെ ഒരൊറ്റ അമ്പ് ഇതുകൊണ്ട് വെട്ടി വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. സപ്തസാരങ്ങൾ എന്ന് വെച്ചാൽ 7 വൻ വൃക്ഷങ്ങൾ എന്നാണ് അർത്ഥം. അശ്വത്ഥം അഥവാ അരയാൽ, മാവ്, അകിൽ, ഇലഞ്ഞി, ശമതമരം, കാഞ്ഞിരം, പുളി, ഇത്രയുമാണ് സപ്തസാരങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ രാമായണ കഥാസാരം. എല്ലാവർക്കും കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു. നമസ്കാരം.